നമ്മൾ കുട്ടികളെ പരീക്ഷയോട് അടുപ്പിച്ച് കൃത്യമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പോകുന്നത്. സോ ഈ ഒരു കാര്യം പറയുന്നത് ഞാൻ ഒരുപാട് കുട്ടികളോട് സംസാരിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സാം എഴുതുന്ന സമയത്തൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലസ് സയന്റിഫിക്കലി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യേണ്ട, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് നമുക്ക് നേരെ ഈ ഒരു വീഡിയോയിലോട്ട് പോവാം. സോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പരീക്ഷയോട് അടുപ്പിച്ചിട്ട് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കോൺഫിഡൻസ് ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്. കാരണം നിങ്ങൾക്ക് കോൺഫിഡൻസ് തീരെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റൂല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടായി ഓവർ ടെൻഷൻ ആവുക, ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആ ഒരു ഒറ്റ കാര്യം മതി നിങ്ങൾക്ക് നിങ്ങളെ എക്സാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ നിങ്ങൾ ഫസ്റ്റിലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കോൺഫിഡൻസ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ വേണം ആ എക്സാമിലേക്ക് ഇരിക്കാൻ. അതിന് നമ്പർ 1 ആയിട്ട് നിങ്ങൾക്ക് വേണ്ട എന്താ, പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി എക്സാമിലേക്ക് എന്താക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾക്ക് എക്സാം ടൈം ടേബിൾ എങ്ങനെ സെറ്റ് ചെയ്യണം, കാര്യങ്ങളെക്കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താക്കാം, ഐ ബട്ടണിൽ കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ എല്ലാവിധ അപ്ഡേറ്റ്സുകളും ഇപ്പോൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാം, എക്സ്പേർട്സിൻ്റെ സെഷൻസ്, മോട്ടിവേഷൻ ക്ലാസ്സസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനു വേണ്ടി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി താഴത്ത് നമ്മളെ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. നിങ്ങൾ അതിലിപ്പം തന്നെ ജോയിൻ ചെയ്തിട്ട് അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എന്താക്കാം, അത് ത്രൂ കണക്ട് ചെയ്യാം. കാരണം നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽസ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ മറക്കാതെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം, ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ ഈ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത് പ്രോപ്പർലി അറേഞ്ച് ചെയ്ത ടോപ്പിക്സ് കവർ ചെയ്തതിൻ്റെ ബേസിലാണ്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത്, ഇപ്പം തലേന്നൊക്കെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു മെയിൻ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെ ബ്രെയിന് സയൻറ്റിഫിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിന് മേ ബി അത് ഫേക്ക് ചെയ്യും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു കാര്യം പഠിച്ചു, ഒരു 1-ാം തീയതി നിങ്ങൾ കാര്യം പഠിച്ചു എന്ന് വെച്ചാൽ ഒരു 3-4 ദിവസം കഴിഞ്ഞ് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇതെനിക്ക് അറിയാലോ, ഇതാണല്ലോ എന്ന് തോന്നും. പക്ഷേ അത് നിങ്ങൾ പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടൂല. മേ ബി സ്റ്റാർട്ടിങ് കിട്ടാത്ത പ്രോബ്ലം, അല്ലെങ്കിൽ അത് കിട്ടിയിട്ടുണ്ടാവും നടുക്ക് എവിടെയെങ്കിലും സ്റ്റക്ക് ആവുന്ന പ്രോബ്ലം. ആക്ച്വലി ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പഠിച്ചു, പക്ഷെ പിന്നീട് നമ്മൾ നോക്കുന്ന സമയത്ത് മെല്ലെ നമ്മളോട് അത് ഒരുപാട് സാധനങ്ങൾ മറന്നുപോയിട്ടുണ്ട്. പക്ഷേ നമ്മളെ ബ്രെയിൻ ഫേക്ക് ചെയ്യാണ്. ബ്രെയിൻ എന്താക്കും, അല്ല അത് ഈ പഠിച്ചത് തന്നെ അസറ്റാണ് എന്നുള്ള രീതിയിൽ ഫേക്ക് ചെയ്യുന്നതാണ്. നമ്മൾ അതിൽ വീണ് പോയി കഴിഞ്ഞാൽ നമ്മൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടൂല. അതിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങളൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബുക്ക് അടച്ചിട്ട് അതൊന്ന് എഴുതി നോക്കണം. ഇപ്പോൾ എക്സാമിനൊക്കെ നമ്മൾ എഴുതി നോക്കുന്ന പോലെ നിങ്ങളൊന്ന് അടച്ചിട്ട് അതിൻ്റെ ആൻസർ ഒന്ന് എഴുതി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കിട്ടുന്നുണ്ടോ, അതായത് കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, എവിടെയെങ്കിലും സ്റ്റക്ക് ഉണ്ടോ എന്ന്. എവിടെയെങ്കിലും സ്റ്റക്ക് ഉണ്ട്, അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു കാര്യം കംപ്ലീറ്റ്ലി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, അത് കൃത്യമായിട്ട് ഒന്നും കൂടി പഠിച്ച് റിവൈസ് ചെയ്തിട്ട് വേണ്ടി നോക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ന്യൂറോളജിസ്റ്റ് ആണ് ആൻഡ്രൂ ഹ്യൂബർമാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു റിസർച്ച് പേപ്പറിൽ ഒരുപാട് ടിപ്പ് പോയിന്റ്സ് പറയുന്നുണ്ട് എക്സാമിന് എങ്ങനെയൊക്കെ ഫേസ് ചെയ്യണം. അതിലുള്ള വൺ ഓഫ് ദ മെയിൻ ടിപ്പാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന കാര്യം കൃത്യമായി എത്ര വട്ടം നമ്മൾ റിവിഷൻ ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് എന്താക്കും, ബ്രെയിനിൽ നിൽക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു കാര്യം പഠിച്ചു, വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ ആക്ച്വലി അതിൻ്റെ ഒരു 10x ആയിട്ട് നമ്മളെ ബ്രെയിനിൽ അതെന്താക്കും, വർക്കാവും അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യും എന്നുള്ള. അപ്പം നമ്മളൊരു കാര്യം വെറുതെ പഠിച്ച് ഒരു ഒറ്റ വട്ടം വായിച്ച് സ്പീഡിൽ അടിച്ച് മിന്നിച്ച് പോവാതെ ആ പഠിച്ച സാധനം വീണ്ടും റിവൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് നിങ്ങളെ ബ്രെയിനിൽ നല്ല സ്റ്റിക്കായി നിൽക്കും. നിങ്ങൾക്ക് നല്ല ഓഫ്കോഴ്സ് നല്ല കോൺഫിഡൻസിൽ നിങ്ങൾക്ക് ആ ആൻസർ കിട്ടുമെന്നുള്ള. അപ്പോൾ റിവിഷൻ മസ്റ്റാണ്. ഞാനൊരു സജസ്റ്റ് ചെയ്യുന്നൊരു പാറ്റേൺ എന്ന് വെച്ചാൽ, ഫസ്റ്റ് നിങ്ങളൊരു സ്ട്രക്ചർ ചെയ്യണം. രണ്ടാമത് നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ്, കാര്യങ്ങൾ തീരെ അറിയാത്ത ടോപ്പിക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ഇരുന്ന് പഠിക്കാനും വേണം. അല്ലെ മെൻറ്ററിങ് വേണമെങ്കിൽ മെൻറ്ററിങ് ക്ലാസ്സസ് എടുക്കാം. ഇപ്പോൾ നമ്മൾ എഡ്യൂസോൾവിൻ്റെ അണ്ടറിൽ 1-to-1 ആയിട്ടാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്ക് ബയോളജിയിലെ ഈ 8ാമത്തെ ചാപ്റ്ററാണ് സാറേ അറിയാത്തത്, നിങ്ങൾക്ക് വേണേൽ ആ 8ാമത്തെ ചാപ്റ്ററിന് മാത്രം ക്ലാസ് ചൂസ് ചെയ്യാം.
മനസ്സിലായി? അത്രത്തോളം കസ്റ്റമൈസബിലിറ്റിയിലാണ്, ആ യുണീക്ക് ആയിട്ടാണ് നമ്മൾ എജുസോൾവിൽ എന്താക്കുന്നത്, ക്ലാസ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് സബ്ജക്റ്റ് വൈസോ ടോപ്പിക് വൈസോ അല്ലെ മൊത്തം ക്ലാസ്സസ് വേണോ, ക്രാഷ് കോഴ്സ് വേണോ, ഏതാണോ നിങ്ങൾക്ക് വേണ്ടത്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണോ, ആ വേണ്ട രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാം, എജുസോൾവിൽ ക്ലാസ് ചൂസ് ചെയ്യാം. അതും 1-to-1 ആയിട്ട് നിങ്ങളും അതുപോലെ തന്നെ കുട്ടിയും അതുപോലെ തന്നെ ടീച്ചറും മാത്രമായിട്ടായിരിക്കും എന്തുണ്ടാവുക, ക്ലാസ് ഉണ്ടാവുക. അപ്പം നിങ്ങൾക്ക് വേണ്ട ഈ ഡീറ്റെയിൽ ആയിട്ട് എവറി ഡൗട്ട്സും ചോദിക്കാം. നമ്മളൊരു ക്ലാസ് റൂം, വലിയ ക്ലാസ് റൂം ഒക്കെ ആവുന്ന പ്രശ്നം എന്താ, എന്ത് വിചാരിക്കുന്നില്ല. ഇവിടെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങളെ അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചറും ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ എന്താക്കാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള. സോ അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു മെന്ററിങ് എടുത്തതിന് ശേഷം കൃത്യമായ കുറച്ച് PYQs ഒക്കെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള. റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബുക്ക് തുറന്ന് കാര്യങ്ങൾ നോക്കുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾ ബുക്ക് തുറന്ന് കാര്യങ്ങൾ വായിച്ചതിന് ശേഷം അത് അടച്ചൊന്ന് മെമ്മറൈസ് ചെയ്ത് നോക്കുക. അത് വീണ്ടും റിപ്പീറ്റ് ആയി ചെയ്യാന്നുള്ള. സോ ഞാൻ റെക്കമെൻഡ് ചെയ്ത് നിങ്ങൾ എത്ര വട്ടം റിവിഷൻ ചെയ്യുന്നോ അത്രത്തോളം ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുമെന്നുള്ള. സോ നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾ എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിച്ച് നല്ല കോൺഫിഡൻസോട് കൂടി നിങ്ങൾക്ക് എന്താക്കാം, എക്സാം എഴുതുന്നതാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ ഹെൽപ്പ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ക്ലാസ്സിൻ്റെ ആണെങ്കിലും ശരി, മെറ്റീരിയൽസ് ആണെങ്കിലും, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സപ്പോർട്ട് ആണെങ്കിലും, കമ്മ്യൂണിറ്റി ലിങ്ക് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബൈ.